ബിജെപിക്ക് 8ന്റെ പണി കൊടുത്തുകൊണ്ട് ബിജെപി എംഎൽഎയുടെ വോട്ട് പോയത് കോൺഗ്രസിനാണ്. മറ്റൊരു എംഎൽഎയുടെ ഫോൺ, അതോ ബിജെപി എംഎൽഎയുടെ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. കർണാടകയിൽ വീണ്ടും DK മാജിക്. അതെ, DK ശിവകുമാറിന്റെ തന്ത്രം പിന്നെയും ബിജെപിയെ പരാജയപ്പെടുത്തി കോൺഗ്രസിന്റെ വിജയക്കൊടി നാട്ടിയിരിക്കുകയാണ്. അതായത് ഇതോടെ കന്നഡ മണ്ണിൽ ബിജെപിയുടെ കോട്ടകൾ അത്രയും നിരാശയിലായി പോയി എന്ന് ചുരുക്കം. യുപിയിൽ ബിജെപി സമാജ്വാദി പാർട്ടിയിലെ എംഎൽഎമാരെ ചക്കിട്ട് പിടിച്ച് 10 രാജ്യസഭാ സീറ്റിൽ 8 എണ്ണം കൈക്കലാക്കാനായി പണി തുടങ്ങിയപ്പോൾ അവർ അറിഞ്ഞില്ല കർണാടകയിലെ വമ്പൻ അട്ടിമറിയും അതിനു പിന്നിലെ തോൽവിയും. യുപിയിൽ ബിജെപി സമാജ്വാദി പാർട്ടിയിലെ എംഎൽഎമാരെ ചക്കിട്ടു പിടിച്ച് 10 രാജ്യസഭാ സീറ്റിൽ 8 എണ്ണം കൈക്കലാക്കാനായി പണി തുടങ്ങിയപ്പോൾ അവർ അറിഞ്ഞില്ല കർണാടകയിലെ ആ വമ്പൻ അട്ടിമറി അതിനു പിന്നിലെ DKയുടെ മാജിക്കും. എന്തായാലും തോൽവി തന്നെയാണിപ്പോൾ. കർണാടക ബിജെപി എംഎൽഎ ST സോമശേഖർ കോൺഗ്രസിന് ക്രോസ് വോട്ട് ചെയ്തെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. 2019 വരെ കോൺഗ്രസ് എംഎൽഎ കൂടിയായിരുന്നു ST സോമശേഖർ. കോൺഗ്രസ് JDS സഖ്യ സർക്കാരിനെ വീഴ്ത്തി ബിജെപിയിൽ പോയ എംഎൽഎ ആണ് ST. NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതിരുന്ന സോമശേഖറിനെതിരെ ബിജെപി ഇപ്പോൾ നടപടിക്ക് നീക്കം തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. യെല്ലാപൂർ ബിജെപി എംഎൽഎ ശിവറാം ഹെബ്ബാർ ഇതുവരെ നിയമസഭയിൽ വോട്ട് ചെയ്യാനും എത്തിയിട്ടില്ല. ഹെബ്ബാറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് ബിജെപി വൃത്തങ്ങൾ പറയുന്നത്. ബിജെപി JDS സ്ഥാനാർത്ഥി കുബേന്ദ്ര റെഡ്ഡിക്ക് വോട്ട് ചെയ്യാൻ നേരത്തെ തന്നെ ഹെബ്ബാർ വിസമ്മതിച്ചെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അതേസമയം കർണാടകയിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടാകാതിരിക്കാൻ വലിയ മുൻകരുതലുകൾ തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. കോൺഗ്രസിന്റെ പോളിംഗ് ഏജന്റ് DK ശിവകുമാറാണ്. കോൺഗ്രസ് വോട്ടിംഗ് ഉണ്ടാകില്ലെന്ന ഉറച്ച വിശ്വാസമുണ്ടെന്ന് DK നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ കണ്ടതും. കോൺഗ്രസ് ഏറെ ആത്മവിശ്വാസത്തിലാണ് ഇതോടെ. ഇന്നലെ 3 സ്വതന്ത്ര MLA-മാരും കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. 4 രാജ്യസഭാ സീറ്റുകളാണ് കർണാടകയിലുള്ളത്. 5 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥിക്കും വിജയിക്കാൻ 45 വോട്ട് വീതം വേണം. കോൺഗ്രസിന് അജയ്യമാക്കാൻ സെയ്ദ് നസീർ ഹുസൈൻ, GC ചന്ദ്രശേഖർ എന്നീ 3 സ്ഥാനാർത്ഥികളാണ് കർണാടകയിലുള്ളത്. ബിജെപിക്ക് 1 സീറ്റ് ഇവിടെ ഉറപ്പായി ജയിക്കാൻ കഴിയും. എന്നാൽ ബിജെപി JDS സഖ്യം 2 സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നത്. നാരായൺ സെ ബണ്ടാഗെ, ഗുബേന്ദ്ര റെഡ്ഡി എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. നിലവിൽ 135 സീറ്റാണ് കർണാടകയിൽ കോൺഗ്രസിനുള്ളത്. ഒരു MLA കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം മൂലം മരിച്ചതോടെ MLA-മാരുടെ എണ്ണം 134ആയി. 4 സ്വതന്ത്ര MLA-മാരുടെ പിന്തുണ കൂടി ലഭിക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. എന്തായാലും DK മാജിക്കിൽ കോൺഗ്രസ് തിളങ്ങുകയാണ് കന്നഡ മണ്ണിൽ.